എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ലസാഗു ഉസാഗ എന്ന് പറയുന്ന ടോപ്പിക്കിൽ, അഥവാ LCM ആൻഡ് HCF എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ലോജിക്ക് നമ്മൾ പറയും. LCM എങ്ങനെ കാണും, HCF എങ്ങനെ കാണും, ഏതൊക്കെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കും, അതുപോലെ തന്നെ PSC ഭാഗത്ത് ചോദിച്ചിട്ടുള്ള A to Z ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. ഓരോന്നിനും ഓരോ മെത്തേഡാണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, മുമ്പായിട്ട് നമുക്ക് LCM ഉം HCF എന്താ ജസ്റ്റ് ഒന്ന് പറയാം. ശ്രദ്ധിക്കുക, HCF എന്ന് പറഞ്ഞാൽ ഉസാഗയാണ്, LCM എന്ന് പറഞ്ഞാൽ ലസാഗു ആണ്. LCM എന്ന് പറഞ്ഞാൽ ലസാഗു, HCF എന്ന് പറഞ്ഞാൽ ഉസാഗ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ദെൻ ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത് LCM എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. LCM എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പം ഞാൻ പറയുന്ന ഈ വേർഡുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയി ഫോക്കസ് ചെയ്യണം. LCM ഈസ് മൾട്ടിപ്പിൾ ആണ്. അതിന് മലയാളം എന്ന് പറയുന്നത് ലസാഗു. ലസാഗു ആണ്, ലസാഗു. ഓക്കെ, അതിൻ്റെ ഫുൾ എന്താണ്? ലഘുതമ സാധാരണ ഗുണിതമാണ്. ലഘുതമ സാധാരണ ഗുണിതം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് രണ്ട് സംഖ്യ എടുത്തു, 6ഉം 9ഉം. ഇതിൻ്റെ LCM എങ്ങനെ കാണും നോക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു 3 മെത്തേഡിൽ ഇത് കാണാൻ പഠിപ്പിക്കാം. 3 മെത്തേഡിൽ. ക്ലിയർ ആണോ? ശ്രദ്ധിക്കുക, ഫസ്റ്റ് വൺ മൾട്ടിപ്പിൾ ആണ്. LCM മൾട്ടിപ്പിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ 6ൻ്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാണ് നോക്കാം. 6 + 1, ദെൻ 12, 18, ഇനിയോ 24, അങ്ങനെ പോകും. ക്ലിയർ ആണോ? ഇനി 9ൻ്റെ മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാൽ 1 9 9, 2 9 18, 3 9 27, അങ്ങനെ പോകും. ക്ലിയർ ആണോ? ഇനി ഇങ്ങനെയുള്ള മൾട്ടിപ്പിളിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഏറ്റവും ചെറുതേത്, അതാണ് LCM എന്ന് പറയുന്നത്. നോക്കുക, ഇതിൽ കോമൺ ആയിട്ടുള്ള സംഖ്യ ഏതൊക്കെയാണ്? ഇവിടെ 18 ഉണ്ട്, ഇവിടെയും 18 ഉണ്ട്. അങ്ങനെയുള്ള സംഖ്യകൾ ഉണ്ടെങ്കിൽ അതിലെ ഏറ്റവും ചെറിയ സംഖ്യയാണ് LCM എന്ന് പറയുന്നത്. സോ ഇവിടെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ ആണോ? ഇത് ഫസ്റ്റ് മെത്തേഡ്, LCM കാണാനുള്ള. ഇനി സെക്കൻഡ് മെത്തേഡ് പറയാം. അപ്പോൾ നിങ്ങളത് ഒന്നുകൂടി ചെയ്യാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് അടുത്ത സ്ലൈഡിൽ കുറച്ചും കൂടുതലായി ചെയ്യാം. ഇതിന് രണ്ടാമത്തെ മെത്തേഡ് ഇങ്ങനെയാണ്. ഇങ്ങനെ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 6, 9, കുറേ നമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചെയ്യാം. ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്നാണ് പറയാം. ഫാക്ടറൈസേഷൻ മെത്തേഡ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരക്കുന്നു. ദെൻ രണ്ടിലും പോകുന്ന സംഖ്യ ഉണ്ടെങ്കിൽ അത് ഇവിടെ എഴുതാം. ഏതാണ്? ഏത് പോകും? രണ്ടിലും 3 പോവില്ലേ? 3 പോകും. എത്ര തവണ പോകും? 6 എത്ര തവണ? 2 തവണ പോകും. ഇതിലോ എത്ര തവണ പോകും? 3 തവണ പോകും. ഇനി രണ്ടിലും പോകുന്ന സംഖ്യ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിർത്തുക. എന്നിട്ട് ഈ LCMൻ്റെ കേസിൽ ഇവിടെ മുതൽ ഈ മുകളിൽ മുതൽ ഇന്ന് വരെ ഗുണിക്കാം. അപ്പോൾ 2 3 6, 6 3 18. ക്ലിയർ ആണോ? അപ്പോൾ LCMൻ്റെ കേസിൽ ഈ മുകളിൽ മുതൽ ഇവിടെ വരെ ഗുണിക്കണം. ക്ലിയർ? ഇനി ഇതിൻ്റെ മൂന്നാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്. 6ൻ്റെയും 9ൻ്റെയും LCM എന്ന് പറയുമ്പോൾ ഞാൻ ഈ മെത്തേഡ്, ഞാൻ പറയാൻ പോകുന്ന ഈ മെത്തേഡാണ് ഞാൻ നിങ്ങളോട് പ്രിഫർ ചെയ്യാൻ വേണ്ടി പറയുന്നത്. കാരണം ഏറ്റവും സിമ്പിൾ ഇതാണ്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഏറ്റവും സിമ്പിൾ. ശ്രദ്ധിക്കുക, ഇതിലെ ഏറ്റവും വലിയ സംഖ്യ നോക്കുക. ഹിയർ 9 അല്ലേ? 9 ഡിവിസിബിൾ ആണല്ലോ, ഹരിച്ചു പോവുമല്ലോ. ഓക്കെയാണ്. ആ 9 ഏറ്റവും വലിയ സംഖ്യയിൽ മറ്റേ സംഖ്യകൾ പോകുന്നുണ്ടോ നോക്കുക. മറ്റേ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ 6 ആണ്. 6 9 പോവോ? ഹരിച്ചു പോവില്ല. അപ്പോൾ 9 അല്ല LCM. ഇനി നോക്കേണ്ടത് 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഏതാണ് 9ൻ്റെ മൾട്ടിപ്പിൾ? ഏതാണ്? 9 കഴിഞ്ഞാൽ 18 ആണ്. 18ൽ 9 പോകില്ലേ? 2 ടൈംസ് പോകും. 18ൽ 6 പോവോ? പോകും. 3 തവണ പോകില്ലേ? സോ അങ്ങനെ എല്ലാം ഡിവിസിബിൾ ആണെങ്കിൽ ആ പോകുന്ന മൾട്ടിപ്പിളിൻ്റെ ആ ഒരു പോയിന്റാണ് എന്ത്? LCM എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് 2 ഇക്വേഷൻസ് അല്ലെങ്കിൽ 2 എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്ന എക്സാമ്പിൾ ഇങ്ങനെയാണ്. ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ ഇങ്ങനെയാണ്. 12, 15, 10. ഇതിൻ്റെ LCM എത്രയാണെന്ന് നോക്കാം. ഞാൻ പറയുന്ന മൂന്നാമത്തെ മെത്തേഡ് ഉപയോഗിക്കാം. ഇവിടെ 15 എന്നുള്ള വാല്യൂ ഇട്ട് അതിൽ 10 പോവോ? പോവില്ല.
ഏറ്റവും വലിയ സംഖ്യ എടുക്കുക, അതിൽ ബാക്കിയുള്ള സംഖ്യകൾ പോകാൻ നോക്കിയാൽ മതി. 15 10 പോലല്ലോ, ഡീസിബിൾ അല്ല. അപ്പോൾ അതല്ല, പിന്നെയുള്ള വാല്യൂ എടുക്കുക, മൾട്ടിപ്പിൾ. 15 കഴിഞ്ഞതിൻ്റെ ഇരട്ടി എത്ര? 30. 30 10 പോവും, 30 15 പോവും. എന്തിൽ പോവില്ല? 12 പോവില്ല. അപ്പോൾ അതും എന്തല്ല, 30 എന്തല്ല, LCM അല്ല. പിന്നുള്ള മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 45 45 10 പോവില്ല. സോ അതും എന്തല്ല, അതിൻ്റെ LCM ആവാൻ ചാൻസ് ഇല്ല. പിന്നുള്ളത് 60 60ൽ 10 പോവും, 15 പോവും, 12 പോവും. സോ 6 ഈസ് ദി LCM. ക്ലിയർ ആണോ? അപ്പൊ ഈ ഏറ്റവും വലിയ സംഖ്യയിൽ ബാക്കിയുള്ള സംഖ്യകൾ പോകുന്ന പോലെ നോക്കുക. പോകുന്നില്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾ എടുത്തിട്ട് ഏത് മൾട്ടിപ്പിളിലാണോ എല്ലാം ഡീസിബിൾ ആണെന്ന്, അതാണ് LCM എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒന്നുകൂടി ചെയ്യാം. രണ്ടാമത്തെ എക്സാമ്പിൾ ഇങ്ങനെയാണ്. 25 20 5. ഏറ്റവും വലിയ സംഖ്യ 25. 25ൽ 20 പോകില്ലല്ലോ, പോവില്ല. 25ന്റെ ഇരട്ടി എടുക്കുക. 50ൽ 20 പോവോ? പോവില്ല. 75ൽ പോവോ? ഇല്ല. 100ൽ പോവോ? 100ൽ പോവും. സോ LCM എത്രയാണ്? 100. വെരി സിമ്പിൾ. മനസ്സിലാവുണ്ടോ? ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ എടുക്കുക. 2 4 12. ഈ 12ൽ 2 പോവില്ലേ? ഏറ്റവും വലിയ സംഖ്യ 12 എടുക്കുക. 12ൽ 12 പോവും. 12ൽ 4 പോവോ? പോകും. 12ൽ 2 പോവോ? പോകും. സോ ഏറ്റവും വലിയ സംഖ്യയായ 12 തന്നെയാണ് LCM. ക്ലിയർ ആണോ? ഇനി 7 3 2. ഇതിൽ 3ലും കോമൺ ആയിട്ട് പോകുന്ന സംഖ്യ ഇല്ല, 2 കോമൺ ആയിട്ട് പോകുന്ന സംഖ്യ ഇല്ല. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഗുണിക്കുക. കോമൺ ആയിട്ട് പോകുന്ന ഒരു സംഖ്യയും ഡീസിബിൾ ആവാനില്ല എങ്കിൽ 3 സംഖ്യയും ഗുണിക്കുക. അപ്പോൾ 3 21 2 2 42 ഈസ് LCM. ഇനി ഇത് നോക്കുക. 3 6 7. നിങ്ങൾക്കിത് അറിയില്ല എങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ജസ്റ്റ് എന്ത് ഫാക്ടറൈസ് ചെയ്യാം. 2ലും പോകുന്ന സംഖ്യ. ഇപ്പം 3 സംഖ്യ, ഇവിടെ ഒന്നുകൂടി പറയാം. 3 സംഖ്യ ഉണ്ട്. LCMന്റെ കേസിൽ ഏതെങ്കിലും 2 പോകുന്ന സംഖ്യ ഉണ്ടെങ്കിൽ ഇവിടെ ഫാക്ടറൈസ് ചെയ്യണം. 3ൽ 3 ഒരു തവണ അല്ലേ? 6ൽ 3 2 തവണ ഉണ്ട്. 7ൽ 3 പോവോ? ഇല്ല. അപ്പം എന്ത് ചെയ്യണം? 7 ഇങ്ങോട്ട് ഇറക്കി വരിക. ഇനി 1 2 7 എന്നുള്ള ഈ 3 സംഖ്യയിലും കോമൺ ആയിട്ട് പോകുന്ന ഒരു സംഖ്യയില്ല. അപ്പൊ ഇവിടെ നിർത്തുക. ദെൻ ആൻസർ എഴുതുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ ഗുണിക്കുക. മുകളിൽ മുതൽ ഇവിടെ വരെ ഗുണിക്കുക. അപ്പൊ എന്താ എഴുതും? 3 × 1 × 2 × 7. ക്ലിയർ ആണോ? 3 3 3 × 2 6 6 42. ക്ലിയർ ആണോ? ഈ 4 എക്സാമ്പിൾ നമ്മൾ 1 2 3 5 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് ഇതിന്റെ LCM കാണാൻ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്തത് HCFലേക്ക് പോകാം. HCF എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. ഇതിന്റെ മലയാളം എങ്ങനെയാണ്? ഉത്തമ സാധാരണ ഘടകമാണ്. ഈ ഘടകം എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫാക്ടർ എന്നുള്ളതും ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക. നമുക്ക് HCFന്റെ കേസിൽ നമ്മൾ എന്തോ ഒരു ഫാക്ടറുകളെ കുറിച്ചാണ് പറയുന്നത്. ഫാക്ടറുകളെ കുറിച്ച്. LCMന്റെ കേസിൽ നമ്മൾ എന്താ ചെയ്തത്? മൾട്ടിപ്പിളുകളെ കുറിച്ചാണ് പറഞ്ഞത്. മൾട്ടിപ്പിൾ എന്തിൻ്റെയോ ഏതോ ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് പോകുന്ന കേസാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? ഇവിടെ എന്താ നമുക്ക് ഇത് നോക്കാം. 12 18 ഇതിന്റെ LCM എത്രയാണെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. HCF ഇതിന്റെ HCF എത്രയാണെന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ ആണോ? അപ്പൊ എന്ത് വേണം? 12ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയണം. 18ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയണം. അപ്പൊ നോക്കുക. 12ന്റെ ഏതൊക്കെയാ? 1 2 3 പോയില്ലേ? 3 പോവും. 12ൽ 4 പോവും. 6 പോവും. 12 പോവും. ഇത്രയും ഫാക്ടേഴ്സ് എന്തുണ്ട്? 12ലുണ്ട്. അതേപോലെ 18ന്റെ ഫാക്ടേഴ്സിൽ 1 പോവില്ലേ? 12ൽ 2 പോവില്ലേ? 18ൽ സോറി. ഓക്കെ ആണോ? പിന്നെ 18ൽ ഏത് പോവും? 3 പോവും. 4 പോവോ? 4 16 16 പോവുള്ളൂ. 18ൽ 4 പോവില്ല. 5 പോവില്ല. 6 പോവോ? 6 പോവും. പിന്നെയോ 6 7 8 9 9 പോവില്ലേ? 9 പോവും. 2 9 18 പിന്നെ ഒരു 18 ഉണ്ടാവും. അപ്പൊ ഇത്രയും സംഖ്യകൾ ഇതിന്റെ ഫാക്ടേഴ്സ് ആണ്. ഈ രണ്ട് നമ്പേഴ്സിന്റെ. ഇനി ഇതിൽ നോക്കിയ കോമൺ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. കോമൺ. കോമൺ എന്ന് പറയുന്നത് എന്താ? രണ്ടിലുമുള്ള സംഖ്യകളെ കുറിച്ചാണ് പറയുന്നത്. രണ്ടിലുമുള്ള സംഖ്യ ഏതൊക്കെയാ? അവിടേക്ക് 1 2 3 6 ഇത്രയും സംഖ്യകളാണ് കോമൺ ആയിട്ടുള്ളത്. അതിലുള്ളതിൽ ഏറ്റവും ഹയസ്റ്റ് അതാണ് ഉദ്ദേശിച്ചത്. ഏറ്റവും ഹയസ്റ്റ്. സോ ആൻസർ ഏതാണ്? 6 ആണ്. അപ്പോൾ 12 18 എന്നുള്ള സംഖ്യകളുടെ HCF എന്ന് പറയുന്നത് 6 ആണ്.
ഓക്കെ ആണോ? ദെൻ കുറച്ച് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ എങ്ങനെയാണ്? 9, 18, 27. അപ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഫാക്ടറൈസേഷൻ മെത്തേഡ് പ്രകാരം ചെയ്യാം. പക്ഷെ ഇവിടെ HCFന്റെ കേസാകുമ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, എത്രത്തോളം സംഖ്യകളുടെ HCF ആണോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, അതിൻ്റെ എല്ലാ സംഖ്യകളിലും ഡിവിസിബിൾ ആവുന്ന സംഖ്യ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. മനസ്സിലാവുമ്പോൾ 3 സംഖ്യയിലും ഡിവിസിബിൾ ആവുന്ന സംഖ്യ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. LCMന്റെ കേസിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ ഡിവിസിബിൾ ആണെങ്കിൽ അതെടുക്കാം. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ 9, 18, 27 അല്ലേ, 3 പോകുന്ന സംഖ്യ ഏതാണ്? 3 പോകും. ക്ലിയർ അല്ലേ? ഇതിൽ 3 തവണ പോകും. 3, 3, 9. 18 എത്ര 3 ഉണ്ട്? 6, 3, 18. 27 എത്ര 3 ഉണ്ട്? 9, 3, 27. ഈ 3, 6, 9 എന്നുള്ളതിൽ ഇനി പോകുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? 3 പോയില്ല, 1 കൂടി 1, 2, 3. ഇനി ഇതിൽ 3 പോകുന്ന സംഖ്യ ഉണ്ടോ? ഇല്ല. സോ നമ്മൾ ശ്രദ്ധിക്കാം, HCF ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഫാക്ടർ മാത്രം ഗുണിച്ചാൽ മതി. 3, 3, 9. അതാണ് എന്ത്, അതിൻ്റെ HCF എന്ന് പറയുന്നത്. LCM ആകുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ ഗുണിക്കുമായിരുന്നു. ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ 4, 6, 8. 3ലും കോമൺ ആയിട്ട് പോകുന്ന സംഖ്യ ഏറ്റവും ചെറുതെടുത്ത് ചെയ്യാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇപ്പോൾ 2 പോയില്ലേ, 4 2 വട്ടം പോവും. 6 3 തവണ പോവും. പിന്നെയോ 8 എത്ര 2 ഉണ്ട്? 4 2. ഇനി ഇതിൽ 3ലും പോകുന്ന സംഖ്യ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. 4, 6, 8. ഇതിൽ 3ലും പോകുന്ന സംഖ്യ ഇല്ല. 2, 3, 4 കോമൺ ആയിട്ട് പോകുന്ന സംഖ്യ ഇല്ല. സോ അതിൻ്റെ ആൻസർ ഏതായിരിക്കും? 2 എന്നുള്ള വാല്യൂ ആയിരിക്കും. സൈഡിലുള്ള ഫാക്ടർ മാത്രം 2. ഓക്കെ ആണോ? ഇനി ഇതെടുത്ത് നോക്കാം. മൂന്നാമത്തെ എക്സാമ്പിൾ എങ്ങനെയാണ്? ഒന്നാമത്തെ എക്സാമ്പിൾ, രണ്ടാമത്തെ എക്സാമ്പിൾ, മൂന്നാമത്തെ എക്സാമ്പിൾ. 5, 15, 20. ഇതിൽ 3ലും പോകുന്ന സംഖ്യ ഉണ്ട്. HCF ആണ് നമ്മൾ കാണുന്നത്. 3ലും പോകുന്ന സംഖ്യ ഉണ്ടോ? 5 പോയില്ലേ? 5 പോകും. ഒരു 5 കിലോ, 3 5 കിലോ, 4 5. ഇനി ഈ അടിയിൽ വന്ന സംഖ്യകളിൽ കോമൺ ആയിട്ട് പോകുന്ന സംഖ്യ വേറെ ഇല്ലല്ലോ? ഇല്ല. സോ ഇതിൻ്റെ HCF ഏതാണ്? ആൻസർ ഏതാണ്? 5 ആണ് ആൻസർ. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ HCF കാണാൻ പഠിച്ചു, LCM കാണാൻ പഠിച്ചു. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ ആണോ? ഇതാണ് PSCയുടെ ക്വസ്റ്റ്യൻസ് പറയുന്നത്. ശ്രദ്ധിക്കാം. 3, 4, 5 ഇവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞ പാടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എഴുതി വെക്കണം. ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിച്ചാൽ LCM കാണണം. LCM കാണണം. അപ്പോൾ ശ്രദ്ധിക്കുക, 3, 4, 5 ഇതിൻ്റെ LCM എത്രയാണ്? ഇതിൽ 3 പോകുന്ന സംഖ്യയില്ല, ഏതെങ്കിലും 2 പോകുന്ന സംഖ്യയും ഇല്ല. അപ്പം എന്ത് ചെയ്യുന്നത് വെച്ചാൽ എല്ലാം കൂടി ഗുണിക്കുക. 3, 4, 12, 5, 60. ഈ 60 ഇതിൻ്റെ LCM. അതുതന്നെയായിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ. ആ സംഖ്യയിൽ അഥവാ ഈ 60ൽ 3, 4, 5 ഹരിച്ചു പോകും. അപ്പം അങ്ങനെ ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചാൽ നമ്മൾ ഈ സംഖ്യകളുടെ LCM അങ്ങോട്ട് കണ്ടാൽ മതി. ക്ലിയർ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 3, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ശിഷ്ടം 1 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യകൾ. തൊട്ട് മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യന് ചെറിയൊരു ഡീവിയേഷൻ, ചെറിയൊരു മാറ്റം, ചെറിയൊരു ചേഞ്ച് അല്ലേ? ശ്രദ്ധിക്കുക, ശിഷ്ടം 1 വരുത്തണം. അങ്ങനത്തെ ഏറ്റവും ചെറിയ സംഖ്യകൾ. അപ്പം നമുക്കിവിടെ ഏറ്റവും ചെറിയ സംഖ്യകൾ ചോദിച്ചപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? എന്താ കാണേണ്ടത്? സംഖ്യകളുടെ LCM കാണണം. അപ്പം 3, 4, 5 ഇതിൻ്റെ LCM നമ്മൾ ഓൾറെഡി തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചു അല്ലേ? എത്രയാണ്? 3, 4, 12, 5, 60 എന്ന് കിട്ടി. ഇത് ശ്രദ്ധിക്കുക, ശിഷ്ടം വരുത്തുന്ന കേസിൽ ശിഷ്ടം വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എത്രയാണോ ശിഷ്ടം വരുത്തേണ്ടത് അത് ഈ സംഖ്യയോട് കൂട്ടി കൊടുത്താൽ മതി. മനസ്സിലാവുണ്ടോ? അപ്പോൾ 1 ശിഷ്ടം വരുന്ന എന്ന് പറയുമ്പോൾ LCM ആയ 60യോട് 1 കൂട്ടി കൊടുക്കുക. സോ 61 ഈസ് ദി ആൻസർ. അപ്പോൾ ഈ 61 എന്നുള്ള സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടപ്പെടുത്തും 1 കിട്ടും. ഇനി 61 എന്നുള്ള സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടും. ഓക്കെ ആണോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ്?
36, 48, 18. 36, 48, 18. 36, 48, 18. ഇവ കൊണ്ട് നിശേഷം മരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവ കൊണ്ട് ഹരിക്കാൻ കഴിഞ്ഞ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ നമ്മൾ ആ ഒരു ഇതിലേക്ക് പോകണം. ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ LCM ആണ് കാണേണ്ടത്. ഇനി എന്ത് ചെയ്യാം? 36, 48, 18. 36, 48, 18 ഇവയുടെ LCM കണ്ടാൽ മതി. അതായിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ. ശ്രദ്ധിക്കുക, 2 കൊണ്ട് ഹരിച്ചു. 36 എത്ര 2 ഉണ്ട്? 18, 2. 48 24. 18 എത്രയാ? 18. ഓക്കെ അല്ലേ? 18 എത്ര 2 ഉണ്ട്? 9. ഇനി LCMന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ അടിച്ചു പോവുകയാണെങ്കിലും ചെറുതാക്കണം. ഇനിയും 2 പോയില്ലേ? പോവും. 9, 12, 9. 9 2 പോവില്ല, നമ്മൾ 9 ഇറക്കിയത്. ഇനി ഇതിൽ പോകുന്ന സംഖ്യ, 3ലും പോകുന്ന സംഖ്യൻ്റെ ഏറ്റവും ബെസ്റ്റ്. 3 പോവില്ലേ? ഇവിടെ 3 3 9, 4 3 12, 3 3 9. ഇനിയും ഒന്നും കൂടി പോവില്ലേ? ഇവിടെ പോവാം, 3 പോകും. 1 ഇവിടെയാണ്, 4. ഇനി എന്ത് ചെയ്യണം? LCM ആവുമ്പോൾ ഇവിടെ നിന്നും ഇവിടെ വരെ ഗുണിക്കണം. സോ 2 2 4, 4 3 12 × 3, 36 × 4. ഓക്കെയാണോ? 4 6 24, 4 2. ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. ഇതൊക്കെ എപ്പോഴും ഫാസ്റ്റ് ആക്കിയിരുന്നു. 4 4 2, 3 4 12 2 14. സോ ഈ 3 സംഖ്യ കൊണ്ട് നിശേഷം വരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇതിന്റെ LCM ആയ 144 ആണ്. ക്ലിയർ ആണോ? ഞാൻ ചെയ്യുന്ന മെത്തേഡ് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്ത് പഠിക്കുക. ക്ലിയർ ആണ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. മുപ്പത്താറ് 54 126 എന്നീ 3 സംഖ്യകളെയും നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ശ്രദ്ധിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, ഇതുവരെ നമ്മൾ പറഞ്ഞ പോലെയല്ല, ഇവിടെ ചോദിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യയാണ്. ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിച്ചാൽ LCM കാണും. ഏറ്റവും വലിയ സംഖ്യ എന്ന് ചോദിച്ചാൽ HCF കാണണം. ഇനി ഇതിന്റെ HCF എങ്ങനെ കാണാം? ഫാക്ടറൈസ് ചെയ്യാം. 3ലും പോകുന്ന സംഖ്യ ഉണ്ടോ? അതാണ് 2 പോയില്ലേ? പോവും. 36 എത്ര 2 ഉണ്ട്? 18. 54 27. 126 എത്ര 2 ഉണ്ട്? 63. ക്ലിയർ ആണോ? ഇനി ഇതിൽ 3ലും പോകുന്ന സംഖ്യ ഉണ്ടോ? ഉണ്ട്, 3. അപ്പൊ ഇത് എങ്ങനെ 3ലും പോകുന്ന സംഖ്യ ഉണ്ടോ എന്ന് നിങ്ങൾ എങ്ങനെ അറിയാന്ന് വെച്ചാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓരോ നമ്പേഴ്സ് കാണുമ്പോഴും 3ൽ പോവോ 2ൽ പോവോ എന്നുള്ള ഡിവിസിബിലിറ്റി നമ്മൾ വേറെ ടോപ്പിക്ക് പറയാം. അപ്പൊ നമ്മൾ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. 18 എത്ര 3 ഉണ്ട്? 6. 27 എത്ര 3? 9 3 27. 63 എത്ര 3 ഉണ്ട്? 21 3 ആണ് 63. ക്ലിയർ ആണോ? ഇനി ഇതിൽ 3ലും പോകുന്ന സംഖ്യ ഉണ്ടോ? ഉണ്ട്, ഇനിയും ഉണ്ട്. ഏത് പോകും? 3 പോകും. ഇവിടെ 2 ടൈംസ് പോകും, ഇവിടെ 3 ടൈംസ് പോകും, ഇവിടെ 7 ടൈംസ് പോകും. ക്ലിയർ ആണോ? ഇനി അടിയിലുള്ള 2 3 7 എന്നുള്ള സംഖ്യകളിൽ ഇനി ഒരു സംഖ്യ പോകില്ല, അവിടെ നിർത്തിയേക്കാം. ശേഷം ഇവിടുന്ന് ഇവിടെ വരെയുള്ള സംഖ്യകൾ എനിക്ക് HCF അല്ലേ കണ്ടുപിടിക്കുന്നത്. 2 3 6 3 18. സോ 36 54 126 എന്നീ 3 സംഖ്യകളെയും എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റും? 18 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതാണ് ഈ ക്വസ്റ്റ്യനോട് ഉദ്ദേശിച്ചത്. ക്ലിയർ ആണോ? അതാണ് HCF കണ്ടുപിടിച്ച മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 3 ബൾബുകൾ 3 ബൾബ് എന്ന് പറയുമ്പോൾ അല്ലേ, 3 ബൾബുകൾ യഥാക്രമം 12 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റുകളിൽ കത്തും. അവയെല്ലാം ഒരുമിച്ച് 12 AM കത്തിയെങ്കിൽ വീണ്ടും എപ്പോൾ അവ ഒരുമിച്ച് കത്തും? ശ്രദ്ധിക്കുക, 3 ബൾബുകളുണ്ട്. അപ്പം ഫസ്റ്റത്തെ ബൾബ് അഥവാ 12 മിനിറ്റ് കഴിയുമ്പോഴാണ് കത്തുക. ഈ ബൾബ് എന്ന് പറയുന്നത്
ഒരു 12 മിനിറ്റിൽ കത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് കത്തി 24-ലാണ്, പിന്നെ കത്തുക 36-ലാണ്. ഈ ബൾബോ ഇത് 15 കത്തും, പിന്നെ 30 കത്തും, 30 കഴിയുമ്പോൾ കത്തും, പിന്നെ 45 മിനിറ്റ് കഴിയുമ്പോൾ കത്തും, അങ്ങനെ കത്തിപ്പോ. ഈ 20 എന്നുള്ള ബൾബ് എങ്ങനെ കത്തും? ഒരു 20 മിനിറ്റ് കത്തും, പിന്നെ അടുത്ത 20 മിനിറ്റ് കഴിഞ്ഞാൽ 40 കത്തും, പിന്നെ 60 കത്തും. ഈ ഒരു ലോജിക്കിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കണം? ഈ സംഖ്യകളുടെ LCM കാണണം, മൾട്ടിപ്പിൾസ് അല്ലേ കിട്ടുന്നത്. സോ നമ്മൾ 12-ന്റെയും 15-ന്റെയും 20-ന്റെയും LCM കാണുന്നു. LCM എത്ര വരും? ഏറ്റവും വലിയ സംഖ്യ 20, 20-ൽ 15 പോകില്ല. 40 അടുത്ത സംഖ്യ, 40-ൽ 15 പോകില്ല. അപ്പോൾ 20-ന്റെ അടുത്ത മൾട്ടിപ്പിൾ 60, 60-ൽ 15 പോകും, 12 പോകും, 20 പോകും. സോ LCM 16 കിട്ടി. ക്ലിയർ ആണോ? അഥവാ 60 എന്ന് പറയുന്നത് ഇതൊക്കെ ഈ 12ഉം 15ഉം 20ഒക്കെ മിനിറ്റുകളിൽ ആയതുകൊണ്ട് തന്നെ ഈ 60 എന്നുള്ളത് എന്താണ്? മിനിറ്റ് ആയിരിക്കും. LCM ആണെങ്കിലും ആപ്ലിക്കേഷനിൽ വരുമ്പോൾ മിനിറ്റ് ആയിരിക്കും, 60 മിനിറ്റ് ആയിരിക്കും. ആ 60 മിനിറ്റിൽ എന്ത് സംഭവിക്കും? ഓരോ 60 മിനിറ്റിലും ഈ 3 ബൾബുകളും ഒരുമിച്ച് കത്തും. അപ്പോൾ 12 AM ഒരുമിച്ച് കത്തി. ഇനി എപ്പോൾ കത്തും? അടുത്ത 60 മിനിറ്റിൽ. അടുത്ത 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 മണിക്കൂറല്ലേ? 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറല്ലേ? സോ 1 മണിക്കൂർ കഴിഞ്ഞാൽ 12 AM കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞാൽ എന്തായി? 1 AM. മനസ്സിലാവുണ്ടോ? അപ്പോൾ 1 മണിക്കൂർ ഒന്നും കൂടി എല്ലാം കൂടി ഒരുമിച്ച് കത്തും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 12, 16, 24. 12, 16, 24 നമ്പേഴ്സ് എങ്ങനെയാണ്? 12, 16, 24 എന്നീ നീളമുള്ള തടികൾ തുല്യ നീളമുള്ള തടികളായി മുറിക്കണം. അതിന് സാധ്യമായ ഏറ്റവും നീളം കൂടിയ അളവ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു കുറച്ച് മരങ്ങളുണ്ട്. അതിൽ നിന്ന് 12 മീറ്റർ ഉള്ളതും 16 മീറ്റർ ഉള്ളതും 24 മീറ്റർ ഉള്ളതും മുറിച്ചെടുക്കണം. ഇതാണ്ടോ? അപ്പോൾ ചെറിയ കഷ്ണമാക്കി മുറിക്കാൻ പറ്റില്ല. അപ്പോൾ അത് മുറിച്ചെടുക്കാൻ ആവശ്യമായ ഏറ്റവും വലിയ അളവിൻ്റെ നീളമാണ് ചോദിക്കുന്നത്. ഏറ്റവും കൂടിയ അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കാണണം? ഇതിൻ്റെ HCF കാണണം. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മൾ 12, 16, 24 HCF കണ്ടാൽ ആൻസർ ആയി. 3-ൽ പോകുന്ന സംഖ്യ 2ആണ്. 2, 6, 12. പിന്നെയോ 16-ൽ 8, പിന്നെയോ 12. ക്ലിയർ ആണോ? ഇനി ഏതൊക്കെ പോകും? 2 പോകില്ലേ? 3, 4, 12-ൽ എത്ര ഉണ്ട്? 2, 6. ഓക്കെ ആണോ? 12-ൽ 6. ഇനി ഇതിൽ 3-ലും പോകുന്ന സംഖ്യ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെയുള്ള ഫാക്ടറുകൾ മാത്രമേ 2 × 2 4. 4 മീറ്റർ ഉള്ള ഒരു തടി കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു അളവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് 12 മീറ്റർ ഉള്ളതും 16 മീറ്റർ ഉള്ളതും 24 മീറ്റർ ഉള്ളതും നമുക്ക് എന്തെങ്കിലും മുറിച്ചെടുക്കാൻ പറ്റും. ക്ലിയർ ആണോ? നമ്മൾ ഈ ഒരു ലെവൽ ക്വസ്റ്റ്യനും പഠിച്ചു. ഈ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. HCF ചോദിക്കുമ്പോൾ HCF കാണാൻ കഴിയണം, LCM ചോദിക്കുമ്പോൾ LCM കാണാൻ കഴിയണം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 2, 3, 4 ഇവ കൊണ്ടായിരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ. 2, 3, 4 ഇവ കൊണ്ടായിരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ. ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ. അപ്പം ഏറ്റവും ചെറിയ എന്ന് പറയുന്നത് എന്തിനെയാണ്? മൂന്നക്ക സംഖ്യയാണ്. ഒറ്റയടിക്ക് എന്താക്കരുത്? LCMന്റെ ആ ഒരു ഇതിൽ അങ്ങനെ ചിന്തിക്കരുത്. ക്ലിയർ ആണോ? അപ്പൊ ഇവ കൊണ്ട് ഹരിക്കാൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? വലിയ സംഖ്യ കിട്ടാൻ പോവാണ്. അപ്പൊ 2 കൊണ്ട് ആ സംഖ്യ ഹരിക്കാൻ കഴിയണം, 3 കൊണ്ട് ആ സംഖ്യ ഹരിക്കാൻ കഴിയണം, 4 കൊണ്ട് ആ സംഖ്യ ഹരിക്കാൻ കഴിയണം. അപ്പോൾ ഇതിന്റെ LCM ആണെന്ന് നമ്മൾ അനുമാനിക്കണം. സോ 2, 3, 4 ഇവയുടെ LCM നോക്കുക. ഇവയുടെ LCM നോക്കുക. എത്രയാ? 12 ആണ്. 2, 3, 4 ഇവയുടെ LCM 12 ആണ്. ഈ 12 എന്നുള്ള വാല്യൂ എന്ന് പറയുന്നത് 2, 3, 4 ഹരിച്ചു പോകുന്ന വാല്യൂ ആണ്. ഇത് ഹരിച്ചു പോകുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയാണ് ചോദിക്കുന്നത്. ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ശരിക്കും ഏതാണ്? 100 അല്ലേ? ഈ 100-ൽ 12 എത്ര തവണ പോകുന്നത്? എത്ര വട്ടം പോകും? 80ഉം 2, 8, 16. അപ്പോൾ 8 തവണ ഇവിടെ പോകും. അപ്പോൾ 96 കിട്ടും. ശിഷ്ടം 4 കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, 8 തവണ പോയി കഴിഞ്ഞാൽ 12 100 അയക്കുകയാണെങ്കിൽ നമുക്കിവിടെ ശിഷ്ടം 4 കിട്ടും. 96-ൽ 12 അരിച്ചു പോകും. ഇനി
96 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന 12 അതിനോട് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് 108 ആയിരിക്കും. 108. ക്ലിയർ ആണോ? അപ്പൊ ശ്രദ്ധിക്കുക, 4 ഒഴിവാക്കി 96 മുതൽ 12 കൂട്ടി എത്ര കിട്ടും? 108 എന്നുള്ള പോയിന്റ്. ഈ 108 ഇപ്പൊ 96-ൽ 3 അരിച്ചു 3 സംഖ്യയും അഥവാ 12 അരിച്ചു പോകും. അതിനുശേഷം വരുന്ന സംഖ്യയായ 108-ല് ഈ 3 സംഖ്യ എന്താവും? ഡിവിസിബിൾ ആവും ചെയ്യും. ഇതായിരിക്കും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ. ഈ 3 സംഖ്യയും മരിച്ചു പോകുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് 100 കഴിഞ്ഞാൽ വരുന്ന ആദ്യ 12 അയച്ചു പോകുന്ന സംഖ്യയാണ്. ക്ലിയർ ആണോ? നല്ലോണം മനസ്സിലെത്തി പഠിക്കുക, 2-3 വട്ടം ചെയ്ത് നോക്കുക. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ 4, 7, 13 ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക സർ, ഡിഗ്രി ലെവൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. 4, 7, 13 എന്നീ ഓരോ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോഴും 3 ശിഷ്ടം വരുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ നമ്മൾ ലിസ്റ്റ് നോക്കുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏതാണ്? 9999 അത് നമ്മുടെ മൈൻഡിൽ വേണം. ക്ലിയർ ആണല്ലോ? ഇനി ശ്രദ്ധിക്കുക, ഇവ കൊണ്ട് ഹരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ 4, 7, 13 കൊണ്ട് നമ്മൾ ഏതൊരു സംഖ്യനെ ഹരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം 4, 7, 13-ന്റെ LCM കാണണം. ഇതിൽ 3-ലും പോകുന്ന ഒരു സംഖ്യയും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? എല്ലാം കൂടി ഗുണിക്കുന്നു. 4, 28, 13 എത്ര കിട്ടും? 10, 364 എന്ന് കിട്ടും. ഈ 364 എന്നുള്ള സംഖ്യയിൽ ഈ 3 സംഖ്യകളും 4, 7, 13 അരിച്ചു പോകും. ക്ലിയർ ആണോ? നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ 3 സംഖ്യയും അരിച്ചു പോകുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏതാണ്? പക്ഷേ അതിനുശേഷം എന്തും കൂടി വേണം? ശിഷ്ടം 3 കൂടി വേണം. ശ്രദ്ധിക്കുക, ഇത് 3 അരിച്ചു പോകുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ നോക്കാം. 9999 ഹരിക്കണം 3 അരിച്ചു പോകുന്ന LCM 364. 2 364 728 കൊണ്ട് കിട്ടും. 9-ന് 8 പോയാൽ 1, 9-ന് 2 പോയാൽ 7, 9-ന് 7 പോയാൽ 2. 271 എന്ത് പോവില്ല? 364 അരിച്ചു പോവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ 9 ഇങ്ങോട്ട് ഇറക്കി എഴുതിയതിനു ശേഷം 2719 എത്ര പോകുന്നു നമ്മൾ കണ്ടുപിടിക്കണം. 364 ഇവിടെ എഴുതിയിട്ട് ഇങ്ങനെ ഓരോന്ന് എഴുതിയിട്ട് എത്ര എണ്ണം പോകും നോക്കുക ഇതിൽ. അപ്പോൾ 7 ടൈംസ് പോകുന്നു മനസ്സിലാക്കുക. 7 × 364 2548 എന്ന് കിട്ടും. ഇത് മൈനസ് ചെയ്ത് കളഞ്ഞാൽ 1 15 പോയാൽ 7 6 പോയാൽ 171 എന്നുള്ള വാല്യൂ ശിഷ്ടം കിട്ടും. ശ്രദ്ധിക്കാൻ, 171 എന്നുള്ള വാല്യൂ ശിഷ്ടം കിട്ടും. അപ്പോൾ 9999 ഈ സംഖ്യ പോവില്ല. ഈ സംഖ്യ പോവില്ല എന്നാണ് ഈ 3 സംഖ്യയും അരിച്ചു പോവില്ല. അങ്ങനെ അരിക്കുന്ന പോയിന്റ് ഏതാണ്? അങ്ങനെ അരിച്ചു നോക്കിയപ്പോൾ നമുക്ക് 171 എന്നുള്ള ഒരു ശിഷ്ടം കിട്ടി. ആ ശിഷ്ടം 9999 നിന്ന് മൈനസ് ചെയ്ത് കളഞ്ഞാൽ മനസ്സിലാവുണ്ടോ? 9828 എന്ന് കിട്ടും. ആ പോയിന്റിൽ എന്ത് സംഭവിക്കും? 364 ഡിവിസിബിൾ ആണ്. ഇവിടെ കിട്ടുന്ന ശിഷ്ടം നാലക്ക ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയിൽ നിന്ന് ഏറ്റവും വലിയ നാലക്ക സംഖ്യയിൽ നിന്ന് മൈനസ് ചെയ്ത് കളഞ്ഞാൽ കിട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ 4, 7, 13 ഡിവിസിബിൾ ആണ്. മനസ്സിലാവുണ്ടോ? പക്ഷേ അതാണ് ആൻസർ. ഓപ്ഷനിൽ ഇത് ഉണ്ടാവും. ഇതല്ല ആൻസർ. ശ്രദ്ധിക്കുക, 4, 7, 13 എന്നീ ഓരോ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരണം. ഇത് ഏറ്റവും വലിയ നാലക്ക സംഖ്യ ആയിരിക്കുമാണ്. ഇതാണ് ആ നാലക്ക സംഖ്യ. പക്ഷെ ശിഷ്ടം വരുത്താൻ വേണ്ടി ഞാൻ ഓൾറെഡി പറഞ്ഞു, എത്രയാണോ ശിഷ്ടം വരുത്തേണ്ടത് അത് നമുക്ക് കിട്ടിയ സംഖ്യയോട് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ 9831 ഈസ് ദി ആൻസർ. ക്ലിയർ ആണോ? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ 5 തവണയെങ്കിലും ഇത് ചെയ്ത് നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ
ഇനി LCM ആൻഡ് HCF PSC മുമ്പ് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് അതിലേക്ക് പോവാണ്. രണ്ട് സംഖ്യകളുടെ ലസാഗു 12 ഉസാഗ 8 അതിൽ ഒരു സംഖ്യ 24 ഓക്കെയാണോ എങ്കിൽ രണ്ടാമത്തെ സംഖ്യ എഴുതുന്നതാണ് ക്വസ്റ്റ്യൻ. രണ്ട് സംഖ്യകളുണ്ട്, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ രണ്ട് സംഖ്യകൾക്കും LCM ഉണ്ടാവും, HCF ഉണ്ടാവും, ലസാഗു ഉണ്ടാവും, ഉസാഗ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, ശ്രദ്ധിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. എന്താ പറയുന്നത്? ഏതൊരു രണ്ട് സംഖ്യയുടെയും മൾട്ടിപ്ലിക്കേഷൻ, അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതും ആ രണ്ട് സംഖ്യകൾക്കുമുള്ള HCF-ഉം LCM-ൻ്റെയും മൾട്ടിപ്ലിക്കേഷനും പ്രൊഡക്റ്റ്. അതാണ്ട് HCF-ന് രണ്ട് സംഖ്യയുടെ HCF ഉണ്ടാവും, രണ്ട് സംഖ്യയുടെ LCM ഉണ്ടാവും. അത് രണ്ട് ഗുണിച്ചതും ആ രണ്ട് സംഖ്യകൾ ഗുണിച്ചതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആ ലോജിക്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. എങ്ങനെ ചെയ്യാം? രണ്ട് സംഖ്യകളുടെ LCM HCF തന്നിട്ടുണ്ട്. ലസാഗു 12 ഉസാഗ 8. ഇതുണ്ടോ? അത് രണ്ടും ഗുണിച്ചതും അതിൽ മറ്റേ രണ്ട് സംഖ്യകൾ ഗുണിച്ചതും ഈക്വൽ ആയിരിക്കും. അതിലൊരു സംഖ്യ 24, മറ്റേ സംഖ്യ നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സിനെ സോൾവ് ചെയ്യാൻ വേണ്ടി 12 × 18 ഇവിടെ എഴുതിയിട്ട് അത് ഈ എക്സിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 24 ഇതിൻ്റെ അടിയിലോട്ട് പോകുന്നു. അപ്പോൾ ഇത് 12 24 2 ടൈംസ് പോകും, 2 18 9 തവണ പോകും. അപ്പോൾ ആൻസർ 9 ഈസ് ആൻസർ. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. HCF-ഉം LCM ഓഫ് ടു നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 11 693. അതിൽ ഏതെങ്കിലും ഒരു നമ്പറും തന്നിട്ടുണ്ട് 77, അല്ലെങ്കിൽ മറ്റേ നമ്പറായി. വളരെ സിമ്പിൾ. ഒന്നാമത്തേൻ്റെ LCM-ഉം HCF-ഉം ഗുണിക്കുന്ന വാല്യൂവും തന്നിരിക്കുന്നതിൽ ഒരു നമ്പർ തന്നിട്ടുണ്ട് 77, അത് മറ്റേ സംഖ്യയായ എക്സിനോട് ഗുണിച്ചെഴുതുക. എക്സ് നമുക്കറിയാം, രണ്ടാമത്തെ സംഖ്യ നമുക്കറിയാം, നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് ഈക്വൽ ടു 11 × 693/77 ചെയ്യും. 11 77 7 ടൈംസ് 7 69 9 അല്ലേ, 50 63 അപ്പോൾ വീണ്ടും അപ്പോൾ ആൻസർ വരും 99 വരും. ഓക്കെ ആണോ? തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുക, ആ ഭാഗം പെർഫെക്റ്റ് ആക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 15, 20, 24 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ ഏത്? ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ ഏത്? പൂർണ്ണവർഗ സംഖ്യ അതിലെന്തായിരിക്കണം? ഈ മൂന്ന് സംഖ്യയും ഡിവിസിബിൾ ആയിരിക്കണം. ആ മൂന്ന് സംഖ്യയും ഡിവിസിബിൾ ആവാന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്തിനാ? ആദ്യം 15, 20, 24ൻ്റെ LCM കാണണം. അതെങ്ങനെ കാണാൻ പറ്റും? 2 വെച്ച് ഹരിച്ചു, 15 ഇറക്കി എഴുതി, 20 എത്ര 2 ഉണ്ട്? 10, 24 എത്ര 2 ഉണ്ട്? 12. ക്ലിയർ ആണോ? വീണ്ടും 2 വെച്ച് പോലെ 15 ഇറക്കി എഴുതുന്നു, 10 എത്ര 2 ഉണ്ട്? 5, 12 എത്ര 2 ഉണ്ട്? 6. ക്ലിയർ ആണോ? വീണ്ടും നമുക്ക് 5 വെച്ച് ചെയ്യാം. ഇവിടെ 3 ടൈംസ്, ഇവിടെ 1 ടൈംസ്, ഇവിടെയോ 6 ടൈംസ്. വീണ്ടും അരിച്ചു പോകും, 3 വെച്ച് അരിക്കാം. LCM ആയിട്ടാണ് കാണുന്നത്, നമ്മളിതിൻ്റെ LCM ആണ് കാണുന്നത്. കാരണം എന്താ? ഇത് അരിച്ചു പോകുന്ന സംഖ്യ, അപ്പോൾ ഒരു വലിയ സംഖ്യയാണ്. ആ വലിയ സംഖ്യയിൽ ഈ 3 സംഖ്യ അരിച്ചു പോകാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാണണം? LCM കാണണം. അപ്പോൾ ഇവിടെ എത്തി. ഇനി ഇവിടെ 3-ൽ 1 ഇറക്കി എഴുതി, 6 എത്ര 3 ഉണ്ട്? 2. ക്ലിയർ ആണോ? ഇത്രയും ആയ സ്ഥിതിക്ക് നമ്മൾ ഇവിടെ മുതൽ ഇവിടെ വരെ ഗുണിക്കുക. 2 2 4, 4 5 20, 23 60, 60 × 2 120 എന്ന് കിട്ടി. അപ്പോൾ LCM എത്ര കിട്ടി? 120. ഈ 120 എന്നുള്ള പോയിന്റിൽ 15ഉം 20ഉം 24ഉം ഹരിച്ചു പോകും. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനിയും പറയുന്നു, ഇങ്ങനെ കിട്ടിയാൽ പോരാ, ഈ സംഖ്യ എന്തായിരിക്കണം? കിട്ടുന്ന സംഖ്യ എന്തായിരിക്കണം? അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. അത് എങ്ങനത്തെ പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം? ഏറ്റവും ചെറുതായിരിക്കണം. കുറേ പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടാവാം, പക്ഷേ
ഏറ്റവും ചെറിയ വർഗ്ഗസംഖ്യ ആയിരിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെയുള്ള ഫാക്ടേഴ്സിനെ എടുക്കുക. 2, 3, 5, 3, 2 ഒന്നുകൾ എടുക്കണ്ട. ശ്രദ്ധിക്കുക, 2 ഉണ്ടെങ്കിൽ അതിനെ പെയർ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഇപ്പോൾ 2, 2 ഇല്ലേ, അപ്പം നമ്മൾ അതിനെ പെയർ ചെയ്ത് ഒഴിവാക്കി. പിന്നെ ഇവിടെ ഇതിന് പെയറില്ല, 5-ന് പെയറില്ല, 3-ന് പെയറില്ല, 2-ന് പെയറില്ല. അതിന് അതേപോലെ ഇങ്ങോട്ട് എടുക്കുകയില്ല. 5 × 3 × 2 എന്നിട്ട് ഈ 3 സംഖ്യകളെയും ഈ 120 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 3, 5, 15, 2 60 എന്ന് കിട്ടും. 15, 2 30 എന്ന് കിട്ടും. അപ്പോൾ 120 × 30 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു 3, 12, 36 2 0 ആഡ് ചെയ്യും. സോ 3600 എന്നുള്ള വാല്യൂ കിട്ടി. ആ 3600 ഈ 3 സംഖ്യയും മരിച്ചു പോകുന്നത്. 15, 20, 24 മരിച്ചു പോകുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ. അപ്പോൾ അത് എന്തിൻ്റെ വർഗ്ഗമാണ്? 3600 60ൻ്റെ വർഗ്ഗമാണ്. 60 × 60 6, 36, 2 ഇതാണ് പൂർണ്ണവർഗം. സ്ക്വയർ റൂട്ട് ഉണ്ട്. ക്ലിയർ ആണോ? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 2 numbers are in the ratio 2:3. 2 സംഖ്യകളുടെ അംശബന്ധം എന്ന് പറയുന്നത് 2:3 അതിൽ LCM തന്നിട്ടുണ്ട് എങ്കിൽ സംഖ്യകൾ ഏവാന്നാണ്. മനസ്സിലാവുണ്ടോ? 2 സംഖ്യകളുടെ അംശബന്ധം 2:3 എന്ന് പറയുന്നു. അതുപോലെ തന്നെ LCM 48 പറയുന്നു. ദെൻ ഫൈൻഡ് സം ഓഫ് ദി നമ്പേഴ്സ്. ആ 2 സമ്മുകൾ ഏതൊക്കെയാണ്? 2 നമ്പേഴ്സ് കാണുക, അതിന് സമ്മ് കാണുക, അതാണ് ആൻസർ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഈ 48-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 24. ഈ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 48-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 16 കിട്ടും. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഈ 2 സംഖ്യകളും കൂട്ടിയത് 30, 40. ആൻസർ 40 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇനി ശ്രദ്ധിക്കുക, 2 numbers are in the ratio 15:11. 2 സംഖ്യകളുടെ അംശബന്ധം 15:11 അവയുടെ HCF തന്നിട്ടുണ്ട് എങ്കിൽ സംഖ്യകൾ ഏവ? ഇതാണ് ക്വസ്റ്റ്യൻ. നല്ലോണം ശ്രദ്ധിക്കുക. നേരത്തെ LCM തന്നു, റേഷ്യോ നമ്മൾ എഴുതും. ഇവിടെ HCF തന്നു, സംഖ്യകളുടെ റേഷ്യോ തന്നു. ഇവിടെ HCF എന്ന് പറയുന്നത് 13. ഓക്കെ ആണോ? ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഈ 15 കൊണ്ട് ഡയറക്റ്റ് ഈ 13 എത്ര കിട്ടും? 195 എന്ന് കിട്ടും. പിന്നെയോ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഈ 11-നെ 13 കൊണ്ട് ഗുണിക്കുക. ഏതൊരു സംഖ്യയെയും 11 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യുക? ആ ഗുണിക്കേണ്ട സംഖ്യയെ കുറച്ച് സ്പ്ലിറ്റാക്കി എഴുതുക. 13 കൊണ്ടല്ലേ 11-നെ ഗുണിക്കുന്നത്. 13-നെ കുറച്ച് വൈഡാക്കി എഴുതുക. ശേഷം ഈ സംഖ്യയും ഈ സംഖ്യയും കൂട്ടിയതിൻ്റെ ഇടയിൽ സമ്മ് എഴുതി കൊടുക്കുക. 143. ഇതാണ് ഒന്നാമത്തെ സംഖ്യ, രണ്ടാമത്തെ സംഖ്യ. ക്ലിയർ ആണോ? ഇതാണ് നമ്മൾ കിട്ടേണ്ടത്. ഓക്കെ, അപ്പം ഇങ്ങനെ വന്നാലും നമ്മൾ ചെയ്യാൻ പഠിച്ചു. ഇനി മൂന്നാമത്തെ വേറെ ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ്, വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 3-ഉം 6 കൊണ്ട് ഹരിക്കുമ്പോൾ 5-ഉം 8 കൊണ്ട് ഹരിക്കുമ്പോൾ 7-ഉം 9 കൊണ്ട് ഹരിക്കുമ്പോൾ 8-ഉം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന മെത്തേഡിൽ തന്നെ നിങ്ങൾ എഴുതി പഠിക്കാം. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരുന്നുണ്ട്? 3 വരുന്നുണ്ട്. 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 5 വരുന്നുണ്ട്. 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 7 വരുന്നുണ്ട്. 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 8 വരുന്നുണ്ട്. ക്ലിയർ ആണോ? ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. ഇവിടെ 1 ആണ്, ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു ഡിഫറൻസ് കണ്ടുപിടിച്ച് വെക്കുക. ഡിഫറൻസ് ഈക്വൽ ടു 1 എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. ശേഷം ഏത് കൊണ്ടാണോ ഹരിക്കുന്നത് ആ സംഖ്യകളുടെ LCM കാണാം. 4, 6, 8, 9. 4, 6, 8, 9 LCM കാണാം.
എത്ര വരും? 2 കൊണ്ട് ഹരിച്ചാൽ ഒരു 2, 3, 4, 5. വീണ്ടും 2 കൊണ്ട് ഹരിച്ചാൽ 1, 2, 3, 5. വീണ്ടും നമ്മൾ 3 കൊണ്ട് ഹരിച്ചാൽ 1, 1, 2, 3. ക്ലിയർ ആണോ? ഇനി പോലല്ലോ. അത് ഗുണിക്കുക. 2, 2, 4, 3, 12. 12 ഇൻറ്റു 2 24 ഇൻറ്റു 3 72 എന്ന് കിട്ടും. LCM ഈക്വൽ ടു എത്ര കിട്ടും? 72 എന്ന് കിട്ടും. മനസ്സിലാണല്ലോ? അതിനുശേഷം നമ്മൾ ആൻസർ എന്ന് പറയുന്നത് ആ കിട്ടിയ LCMൽ നിന്ന് ഇവിടെ കിട്ടിയ കോമൺ ഡിഫറൻസ് 2 അത് മൈനസ് ചെയ്ത് കളയാം. സോറി 1 മൈനസ് ചെയ്ത് കളയാം. സോ 72 മൈനസ് 1 71 ഈസ് ദി ആൻസർ. 72 മൈനസ് 1 71 ഈസ് ദി ആൻസർ. ക്ലിയർ ആണോ? ഞാൻ ആദ്യം മുതൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ചെയ്തത് അതേ മെത്തേഡിൽ നിങ്ങൾ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ. 200-നും 500-നും ഇടയിൽ 4, 5, 6 എന്നിവ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലാവാം? 200-നും 500-നും ഇടയിൽ 4, 5, 6 എന്നിവ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 4, 5, 6 എന്നിവ കൊണ്ട് ഹരിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ LCM ആയ 4, 5, 6ന്റെ LCM എത്രയാണ്? 4, 6, 5. അറിയില്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യാം. 2, 5 ഇറക്കി ചെയ്യുക. ഇവിടെ 3. എണ്ണത്തിൽ പോകുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? ഇല്ല. 2, 2, 4, 4, 5, 23, 60. 60 LCM. ക്ലിയർ ആണോ? ഇനി ശ്രദ്ധിക്കുക. 200-ൽ എത്ര 60 ഉണ്ട് നോക്കുക. എത്ര ഉണ്ട്? 3. ഇനി അടുത്ത് ചെയ്യേണ്ടതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി ചെയ്യേണ്ടത് 500. 200-നും 500-നും ഇടയിലല്ലേ? ഇനി 500-ൽ എത്ര 60 ഉണ്ടോ? എത്ര ഉണ്ട്? 648. 8 ഉണ്ടാവും. ഇനി 200-ൽ 3-ഉം 500-ൽ 8-ഉം ആണെങ്കിൽ അവർക്കിടയിൽ എത്ര ഉണ്ടാവും? 8 മൈനസ് 3. അപ്പോൾ 5. 8-ൽ നിന്ന് 3 മൈനസ് ചെയ്യുക. അപ്പോൾ 5 ആൻസർ. ക്ലിയർ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഭിന്നസംഖ്യകളുടെ LCM എങ്ങനെ കാണാം? ഭിന്നസംഖ്യകളുടെ LCM എങ്ങനെ കാണാം? ഇതാണ് അടുത്തത്. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. ഭിന്നസംഖ്യകളുടെ LCM കാണാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, ഭിന്നസംഖ്യകളുടെ LCM ആണ് കാണുന്നതെങ്കിൽ അംശത്തിൽ LCM കാണണം, ഛേദത്തിൽ HCF കാണണം. അഥവാ ഭിന്നസംഖ്യകളുടെ LCM ഈക്വൽ ടു അംശങ്ങളുടെ LCM ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ HCF. ഇവിടെ LCM ആണെങ്കിൽ അംശത്തിൽ LCM കാണണം. ഇവിടെ LCM വന്നാൽ നേരെ ഓപ്പോസിറ്റ് HCF അടിയിലും കാണണം. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. എക്സാമ്പിൾ, ഫൈൻഡ് LCM ഓഫ്. ഇതിൽ LCM കാണണം. 1/2, 1/3, 4/6. അപ്പോൾ നമ്മൾ എങ്ങനെ കാണാം? LCM അല്ലേ കാണുന്നത്. അപ്പോൾ അംശങ്ങളുടെ LCM കാണണം. അംശങ്ങൾ ഏതൊക്കെയാ? 1, 1, 4. 1, 1, 4ന്റെ LCM എത്രയാണ്? ഏറ്റവും വലിയ സംഖ്യ 4 ആയിരിക്കും. 4 3. സോ 4 7. ഇനിയോ അടിയിലുള്ളതിന്റെ HCF കാണണം. ഛേദങ്ങളുടെ HCF കാണണം. 2, 3, 6. ഇതിൽ 3-ൽ കോമൺ ആയിട്ട് പോകുന്ന ഒരു സംഖ്യയില്ല. അപ്പോൾ ഏതായിരിക്കും HCF എന്ന് പറയുന്നത്? 1 ആയിരിക്കും. സോ ആൻസർ 4. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഭിന്നസംഖ്യകളുടെ HCF എങ്ങനെയാണ്? ഭിന്നസംഖ്യകളുടെ HCF ആണ് ഇവിടെ കാണുന്നത്. HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഭിന്നസംഖ്യകളുടെ HCF കാണാൻ വേണ്ടി അംശങ്ങളുടെ HCF ഇവിടെ എന്താണോ പറയുന്നത് അതായിരിക്കും ഇവിടെ ന്യൂമറേറ്ററിൽ വരിക. അംശങ്ങളുടെ HCF ഹോൾ ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ LCM. ഇവിടെ HCF ആണെങ്കിൽ അടിയിൽ LCM. ഇവിടെ അംശത്തിന്റെ HCF, ഇവിടെ ഛേദങ്ങളുടെ LCM. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. HCF കാണുമ്പോൾ അംശങ്ങളുടെ HCF കാണണം. ഇവിടെ അംശങ്ങൾ ഏതൊക്കെയാണ്? 2, 4, 6. 2, 4, 6. ഇതിന്റെ HCF എത്രയാണ്? 2, 4, 6. ഏറ്റവും ചെറുതായിട്ട് പോകുന്നത് 3-ൽ പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ 2 ആണ്. ഇനി ഛേദങ്ങളുടെ LCM എന്ന് പറയുന്നത് ഈ ഏറ്റവും വലിയ 3, 10, 10. ഇതിലെ ഏറ്റവും വലിയ സംഖ്യ 10 ആണ്. 10-ൽ 3 പോകില്ല.
മൾട്ടിപ്പിൾ എടുത്ത് 20, 20 3 പോവില്ല, 30, 30 3 പോകും, 19 പോകും. സോ ആൻസർ Q/30. Q/30. ദാറ്റ് ഈസ് ഇറ്റ്. ഇനി ഒരു മെത്തേഡും കൂടി ഉണ്ട്, ഇങ്ങനെയും PSC ചോദിക്കാറുണ്ട്. ഇതിൻ്റെ HCF എങ്ങനെ കാണാം? 2^3 ഇൻറ്റു 3^2 ഇൻറ്റു 5 ഇൻറ്റു 7^4. ഇതാണ് ഒന്നാമത്തെ സംഖ്യ. രണ്ടാമത്തെ സംഖ്യ 2^2 ഇൻറ്റു 2^5 ഇൻറ്റു 5^2 ഇൻറ്റു 7^6 ഡിവൈഡഡ്. അടുത്ത സംഖ്യ 2^3 ഇൻറ്റു 5^3 ഇൻറ്റു 7^2. ഇതിൻ്റെ HCF എങ്ങനെയാണ്? ഇത് 3 സംഖ്യയാണ്. ഇത് ഒന്നാമത്തെ സംഖ്യ, ഇത് രണ്ടാമത്തെ സംഖ്യ, മൂന്നാമത്തെ സംഖ്യ. ക്ലിയർ? അപ്പോൾ നമ്മൾ ആൻസർ ചെയ്തതാണ്. HCF ഇതിൻ്റെ പവറൊക്കെയുള്ള എക്സ്പൊണൻസിൻ്റെ HCF എഴുതുമ്പോൾ ചെയ്യേണ്ട കാര്യം കോമൺ ആയിട്ടുള്ള സംഖ്യകൾ പുറത്തോട്ട് ഇല്ല. 2 എല്ലത്തിലും ഇല്ലേ? പിന്നെ 3ലുള്ള സംഖ്യ ഏതാണ്? 3 ഉണ്ടോ? 3 ഇവിടെ ഇല്ലല്ലോ. 3 ബേസ് ആയിട്ട് ഇവിടെ ഇല്ല, അവിടെ എഴുതാൻ പറ്റില്ല. സോ ഇനി 5 എല്ലത്തിലുണ്ട്, പിന്നെ 7 എല്ലത്തിലുണ്ട്. അങ്ങനെ കോമൺ ആയിട്ടുള്ള എല്ലാ സംഖ്യയും ഇറക്കി എഴുതി ശേഷം ഏറ്റവും വലിയ ഓക്കെ. അപ്പോൾ 2 എന്നുള്ള ഫാക്ടർ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് പവർ കൊടുക്കണ്ടേ? ഇത് 2^3 ആണ്, ഇത് 2^2 ആണ്, ഇത് 2^3 ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ പവർ ഉള്ളത് ഏതാണ്? അത് ഇവിടെ 2^2. ഇനി 5ൻ്റെ കേസിൽ ഏറ്റവും ചെറിയ പവർ കൊടുക്കുക. ഇവിടെ 5^3 ആണ്, ഇവിടെ 5^2 ആണ്, ഇവിടെ 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി 1 ഉണ്ടാവുമല്ലോ. സോ 1. ഈ 7ൻ്റെ കേസിൽ ഏറ്റവും ചെറിയ പവർ 10^2. ഓക്കെ. കോമൺ ആയിട്ടുള്ള സംഖ്യകൾ ഇതൊക്കെ എഴുതുക, അതിൽ ഏറ്റവും ചെറിയ പവർ എഴുതി കൊടുക്കുക. അതാണ് HCF എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ LCM കൂടി ഇനി കാണാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇതിൻ്റെ LCM എത്രയാണ്? 2^2, 3^3, 5^1, 7^2. ഇനിയോ 2^3, 3^4, 5^2, 7^4. ഇനിയോ 2^3, 5^3, 7 × 11. ഇതിൻ്റെ LCM കാണണം. അപ്പോൾ LCM ആകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്, വലിയ സംഖ്യ കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ എവിടേക്ക് എന്തൊക്കെ ഫാക്ടർ ഉണ്ടോ കംപ്ലീറ്റ് ഇട്ട് എഴുതുന്നു. 2 ഉണ്ടല്ലോ, പിന്നെ എവിടെയെങ്കിലും ഉള്ള വാല്യൂ ആണ് 3 ഉണ്ട്, പിന്നുള്ള വാല്യൂ ആണ് 5 ഉണ്ട്, പിന്നെയോ 7 ഇവിടെ ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. 7 എഴുതും. ഇവിടെ 11 ഇവിടെ ഉണ്ട്. 11 വേറെ ഒന്നിലുമില്ല, പക്ഷെ 11 ഇവിടെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യണം? 11 എഴുതണം. എവിടേക്ക് എന്തൊക്കെയുണ്ടോ എല്ലാ ഫാക്ടർ എഴുതണം, എല്ലാ ബേസും എഴുതണം. അതിനുശേഷം പവർ കൊടുക്കുമ്പോൾ ഏത് പവറാണോ ഏറ്റവും വലുത്, 2ൻ്റെ കേസിൽ ഏതാണ് ഏറ്റവും വലുത്? 2^3 അല്ലേ? 2^2 ഉള്ളൂ, 2^1 ആണ്. 2^3 കൊടുക്കണം. 3ൻ്റെ കേസിലോ ഏറ്റവും വലുത് ഏതാ? 3^4. ഇതിവിടെ കൊടുത്തു. ഇനി 5ൻ്റെ കേസിലോ 5^3, ഇവിടെ 5^1 ആണ്. സോ 5^3 എന്ന് എഴുതി കൊടുത്തു. ഓക്കെ ആണോ? ഇനി 7ൻ്റെ കേസിൽ ഏറ്റവും വലുത് ഏതാ? 7^4 ആണ്. ഇനി 11 ഒറ്റയ്ക്കുള്ളത് അതേപോലെ എഴുതുക. ഇതിൻ്റെ ഇടയിലൊക്കെ എന്ത് ചെയ്യാം? ഗുണനം ഇട്ട് കൊടുക്കുക, ഗുണനം. ഓക്കെ, ദാറ്റ് ഈസ് ആൻസർ. 9 ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇടയിലുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗുണനമാണത് എഴുതി കൊടുക്കണം. ഓക്കെ, നമ്മൾ HCF ആൻഡ് LCMലെ എല്ലാ ക്വസ്റ്റ്യൻസും PSC ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാൻ എല്ലാറ്റിനും ഒരു എക്സാമ്പിൾ വെച്ചാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചത്. നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഐ വിൽ സപ്പോർട്ട് മൈ ബെസ്റ്റ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.